പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം തരം അടിസ്ഥാന പാഠാവലിയിലെ ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ എന്ന 3ാം അധ്യായത്തിലെ അല്പമല്ല ഭുജിക്കുന്നു എന്ന കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരാണ് ഈ കവിതയുടെ കർത്താവ്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രാചീന കവിത്രയത്തിൽ പ്രമുഖനായ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾക്ക് പരിചിതമായിരിക്കുമല്ലോ. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ലക്കിടി കിള്ളിക്കുറിശിമംഗലം കലക്കത്ത് ഭവനത്തിലാണ് ശ്രീ കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നത്. ആദ്യകാലത്ത് ചാക്യാർ കൂത്തിന് മിഴാവ് വായിക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ. കൂത്തിനിടെ ഉറങ്ങിപ്പോയ നമ്പ്യാരെ ചാക്യാർ പരിഹസിക്കുകയും ചാക്യാരുടെ പരിഹാസത്തിന് പാത്രമായ നമ്പ്യാർ ഒറ്റ രാത്രി കൊണ്ട് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ എഴുതി തുള്ളൽ എന്ന കലാരൂപത്തിന് ജന്മം നൽകുകയായിരുന്നു. അമ്പലപ്പുഴ ദേവനാരായണന്റെ സദസ്സിലെ മുൻനിര കവികളിൽ ഒരാളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. കൂടാതെ ഉണ്ണായി വാര്യരുടെ സമകാലീനനുമായിരുന്നു. ലളിതവും സരസവുമായ ഭാഷ, കുറുക്കിക്കൊള്ളുന്ന ഫലിതം, പരിഹാസം എന്നിവയായിരുന്നു നമ്പ്യാർ കവിതകളുടെ മുഖമുദ്ര. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനീതികളെ തൻ്റെ കവിതകളിലൂടെ അദ്ദേഹം പരിഹസിച്ചു. കവിതയെ ചാട്ടവാറാക്കിയ കവി എന്ന വിശേഷണം അങ്ങനെയാണ് അദ്ദേഹത്തിന് കൈവന്നത്. ഫലിത പരിഹാസ രൂപേണ പുരാണ കഥകളെ കേരളീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന നമ്പ്യാരുടെ കലാവൈഭവം വാക്കുകളാൽ പറയാവുന്നതല്ല. തുള്ളൽ 3 വിധമാണ്: ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്ങൻ തുള്ളൽ. വേഷം, മുഖത്തുതേപ്പ്, ചൊൽവടിവ്, അവതരിപ്പിക്കുന്ന നേരം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവ വ്യത്യസ്തമാകുന്നത്. ഓട്ടൻ തുള്ളലിലെ പാട്ടിന് വേഗം കൂടുതലാണ്. ശീതങ്ങൻ തുള്ളലിന് ഇടത്തരം വേഗതയും. പറയുന്നത് പോലെയുള്ളതാണ് പറയൻ തുള്ളൽ. പറയൻ തുള്ളൽ രാവിലെയാണ് അവതരിപ്പിക്കുക. കുട്ടികളെ, തുള്ളലിന്റെ വൃത്തം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? തരംഗിണി വൃത്തം അല്ലേ? കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, സഭാപ്രവേശം, പഞ്ചേന്ദ്രോപാഖ്യാനം തുടങ്ങി 64ഓളം തുള്ളലുകൾ കുഞ്ചൻ നമ്പ്യാർ രചിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ നിത്യജീവിത സംഭാഷണങ്ങളിൽ പോലും നമ്പ്യാരുടെ ശൈലികളും കവിതകളിലെ വരികളും കടന്നു വരാറുണ്ട്. നമ്പ്യാർ ജനകീയ കവിയാണ്. ലക്ഷം മാനുഷർ കൂടും സഭയിൽ ലക്ഷണമൊത്തവരൊന്നോ രണ്ടോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭം, എംബ്രാനൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അങ്ങനെ പോകുന്നു നമ്പ്യാരുടെ കവിതകളിലെ ഫലിതങ്ങൾ. കുട്ടികളെ, നമ്മൾക്ക് പഠിക്കുവാനുള്ള അല്പമല്ല ഭുജിക്കുന്നു എന്ന കവിത പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രവേശകം ഒന്ന് ശ്രദ്ധിക്കൂ. ഒത്തിരിയൊന്നും വേണ്ട, കൊറ്റിൽ ഒരിത്തിരിയൊത്താൽ മതിയേ മതി മതി. എന്താണ് ഈ വരികളുടെ അർത്ഥം? കൊറ്റ് എന്ന വാക്കിന് ഭക്ഷണം, ചോറ് എന്നൊക്കെയാണ് അർത്ഥം. ഭക്ഷണം അധികമൊന്നും ആവശ്യമില്ല, ആവശ്യത്തിനുള്ളത് മതി എന്നാണ് ഇവിടെ പറയുന്നത്. വിശപ്പ് ശമിപ്പിക്കാനുള്ള ഭക്ഷണം എന്നാണ് ഉദ്ദേശ്യം. എന്നാൽ ആവശ്യത്തിലധികം വലിച്ചു വാരി കഴിക്കുന്നവരാണ് അധികവും. മിതാഹാരത്തിന്റെ പ്രാധാന്യമാണ് ഈ വരികൾ വ്യക്തമാക്കുന്നത്. കുട്ടികളെ, ഒരു കഥ പറഞ്ഞതിന് ശേഷം കവിതയിലേക്ക് കടക്കാം. പറയാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഒരു കഥയാണ്. പണ്ട് പണ്ട് ഇന്ദ്രസേന എന്ന ഒരു ദേവസ്ത്രീ പരമശിവനെ പ്രാർത്ഥിച്ച് ഏറെക്കാലം തപസ്സു ചെയ്തു. തപസ്സിൽ സംതൃപ്തനായ പരമശിവൻ ഇന്ദ്രസേനയുടെ മുന്നിൽ പ്രത്യക്ഷനാവുകയും എന്ത് വരം വേണമെന്നും ചോദിച്ചു. അവൾ ഭഗവാനോട് എനിക്ക് ഭർത്താവ് ഉണ്ടാകണം എന്ന് 5 തവണ ആവർത്തിച്ചു പറഞ്ഞു. ഇത് കേട്ട ശിവൻ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകട്ടെ എന്ന് വരവും നൽകി. ഇന്ദ്രസേന ഇത് കേട്ട് ഞെട്ടിപ്പോയി. തനിക്ക് 5 ഭർത്താക്കന്മാരെ വേണ്ട, ഉത്തമനായ ഒരു ഭർത്താവിനെ മതി എന്ന് അവൾ ഭഗവാനോട് അപേക്ഷിച്ചു. വരം വാങ്ങിച്ചതുകൊണ്ട് തന്നെ അടുത്ത ജന്മത്തിലാണെങ്കിലും
ആ വരം അനുഭവിക്കേണ്ടതായി വരും എന്ന് ഭഗവാനും പറഞ്ഞു. അടുത്ത ജന്മത്തിൽ ഇന്ദ്രസേനയാണ് ദ്രുപദ രാജാവിന്റെ മകളായി പാഞ്ചാല രാജ്യത്ത് ജനിച്ചത്. ദ്രുപദന്റെ മകളായ ദ്രൗപദിയാണ് പഞ്ചപാണ്ഡവരുടെ ഭാര്യയായി മാറിയ പാഞ്ചാലി. പാഞ്ചാലിയുടെ സ്വയംവരത്തിന്, പാഞ്ചാലിയുടെ വിവാഹവേളയിൽ നടക്കുന്ന സദ്യവട്ടമാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ സന്ദർഭം. വരൂ കുട്ടികളെ, നമ്മൾക്ക് കവിത ചൊല്ലാം. അല്പമല്ല ഭുജിക്കുന്നു. ഭുജിക്കുക എന്നാൽ ഭക്ഷിക്കുക എന്നാണ് അർത്ഥം. നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങ കറിവേപ്പിലക്കട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിൻ നീർ നല്ല പാലും തരിമ്പും സംശയമെന്നെ വിളമ്പുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ നല്ല ശർക്കരോപ്പേരിയും നല്ല ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു എരിശ്ശേരി 4 കൂട്ടം പ്രഥമനങ്ങ് 5 കൂട്ടം പുളിശ്ശേരി 2 കൂട്ടം തൈരുമോരുമെന്നു വേണ്ട പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടി എന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായിട്ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായിട്ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. കുട്ടികളെ, കവിത ഇഷ്ടമായോ? എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനാണ് അല്ലേ? പാഞ്ചാലി സ്വയംവര സദ്യയാണ് കവിതാ സന്ദർഭം എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. മനോഹരമായ ഒരു സദ്യ വർണ്ണനയാണിത്. സദ്യയിലെ അനേകങ്ങളായ വിഭവങ്ങളെക്കുറിച്ചും വിളമ്പുകാരെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സംശയവും ഇല്ലാതെയാണ് വിളമ്പുകാർ വേണ്ടുവോളം വിളമ്പിക്കൊടുക്കുന്നത്. എന്തൊക്കെ വിഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? നല്ല ചോറ്, നല്ല നെയ്യ്, നല്ല നേന്ത്രപ്പഴക്കായ, നല്ല വണ്ണൻ പഴം, കണ്ണൻ പഴം, കാളിപ്പഴം, നല്ല പഞ്ചസാരഗുളം, തേന്. പഞ്ചസാരഗുളം എന്ന് പറഞ്ഞാൽ മധുര വിഭവം എന്നാണ് അർത്ഥം. പലതരത്തിലുള്ള പപ്പടങ്ങൾ, ഇഞ്ചിമാങ്ങ, നാരങ്ങാക്കറി, വേപ്പിലക്കട്ടി, പരിപ്പ്, പച്ചടി, കരിമ്പിൻ നീര്, പാല്, വറുത്തുപ്പേരികൾ, ശർക്കരോപ്പേരി, തുമ്പപ്പൂവ് പോലെ വെളുത്ത ഉപ്പ്, 4 കൂട്ടം എരിശ്ശേരി, 5 കൂട്ടം പ്രഥമൻ, 2 കൂട്ടം പുളിശ്ശേരി, തൈര്, മോര്. ഇങ്ങനെ പോകുന്നു സദ്യയിലെ വിഭവങ്ങൾ. ആളുകൾ ഭക്ഷണം കഴിക്കുക മാത്രമല്ല, പഴമെന്നും ഗുളമെന്നും പച്ചടിയെന്നും പരിപ്പെന്നും വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടത്തെ വിഭവങ്ങളും വിളമ്പുകാരും ബഹളവും എല്ലാം നമ്മൾക്ക് നേരിൽ കാണാം അല്ലേ? അത്തരത്തിൽ മനോഹരമായ ഒരു വാങ്മയ ചിത്രം പോലെയാണ് കുഞ്ചൻ നമ്പ്യാർ ഈ സദ്യ വർണ്ണന അവതരിപ്പിച്ചിട്ടുള്ളത്. കവിതയിലെ അവസാന വരികൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായിട്ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെ നിർദാക്ഷിണ്യം പരിഹസിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ. കഴുത്തോളം ഭക്ഷണം നിറഞ്ഞാലും തൃപ്തിയാകാത്തവർ എന്നാണ് കവി അത്തരക്കാരെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെയെല്ലാം ജീവിതത്തിലെ അടിസ്ഥാന ഘടകമാണ് ഭക്ഷണം. ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നത് ദോഷത്തിന് കാരണമാകും. കുട്ടികളെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.